ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് ക്രാഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഒക്കേഷനിലും ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുന്നേ ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എക്സ്പ്ലോഷൻ ബോക്സ് ആണ്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറാണ്. കളർ പേപ്പർ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചാർട്ട് പേപ്പർ തന്നെ വേണം. കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് ഈ എക്സ്പ്ലോഷൻ ബോക്സ് ഉണ്ടാക്കാനൊക്കെ നല്ലത്. അപ്പോൾ ഞാനിവിടെ പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ, വൈറ്റ്, റെഡ് ഇതൊക്കെയാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ എടുത്തേ ഉള്ളൂ. ഇത് 30 സെൻറ്റിമീറ്റർ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, സ്ക്വയർ ഷേപ്പിൽ. അടുത്തതായിട്ട് നമ്മളിത് 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഓരോ കള്ളികളായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നതൊന്നും ചെരിഞ്ഞു പോകാനായിട്ട് പാടില്ല കേട്ടോ, കറക്റ്റ് അളവിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ 2-3 സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കള്ളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചു കൊടുത്തോടൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ ഈ 4 ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ എക്സ്പ്ലോഷൻ ബോക്സിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മളിവിടെ വൈറ്റ് പേപ്പറാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസിലൊക്കെ ചെയ്യാവുന്നതാണ്. ഒന്നും കൂടിയും ഒരു അട്രാക്ഷൻ, നല്ല കളർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വൈറ്റ് പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സൈഡിലും വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവ് ഞാനിവിടെ എഴുതി കാണിക്കാം കേട്ടോ സൈഡിൽ. ഇനി 4 സൈഡ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വേറൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും അളവ് ഞാനിവിടെ എഴുതി കാണിക്കാം. ഇത് ഒരു കാർഡ് പോലെയാണ്, തുറക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫോം ഷീറ്റിൽ നിന്നും ഒരു ക്രിസ്മസ് ട്രീ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റില്ലെങ്കിലും കുഴപ്പമില്ല, സ്കെച്ച് പെൻ യൂസ് ചെയ്ത് വരച്ചു കൊടുത്താലും മതി. അതുപോലെ തന്നെ ഈ കാർഡിൻ്റെ ഉള്ളിലും നമുക്ക് വിഷസ് എഴുതാം. അപ്പോൾ നമ്മൾ ക്രിസ്മസിനാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ മെറി ക്രിസ്മസ് എന്നാണ് എഴുതുന്നത്. എന്നിട്ട് നമ്മളേതായ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ കാർഡ് നമ്മളോട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് ഞാൻ എഴുതുന്നൊന്നുമില്ല, അവിടെ നമ്മൾ ക്രിസ്മസ് ബോൾസിൻ്റെ ഒരു തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. വേണ്ടിയിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഫോം ഷീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്കെച്ച് പെൻ യൂസ് ചെയ്ത് വരച്ചു കൊടുത്താലും മതി. കുറേ പേർക്ക് ഫോം ഷീറ്റൊന്നും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ സ്കെച്ച് പെൻ യൂസ് ചെയ്തും ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഭാഗത്ത് നമ്മൾ ഇത് ന്യൂ ഇയറും കൂടി ഒരുമിച്ചുള്ളതാണല്ലോ, അപ്പം ഹാപ്പി ന്യൂ ഇയറിനും കൂടി ഞാൻ എഴുതാണ്.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇവിടെ ഞാൻ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങളിപ്പോൾ ആർക്കാണ് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ നല്ല ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡോ അല്ലെങ്കിൽ ന്യൂ ഇയർ റിലേറ്റഡോ ആയിട്ടുള്ള നല്ല ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ 4 ഭാഗവും ഫില്ലായിട്ടുണ്ട്. ഇനി സെൻറ്ററിലുള്ള പോർഷനാണ്, അവിടെയാണ് നമുക്ക് ഗിഫ്റ്റ് വെക്കാനുള്ള സ്ഥലം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവിടെ ക്യാൻഡീസൊക്കെ ഒട്ടിച്ച് വെക്കാം. ഡയറി മിൽക്ക്, മിൽക്കി ബാർ അതൊക്കെ വാങ്ങിയിട്ട് ഒട്ടിച്ച് വെക്കാം. ഞാനിവിടെ ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ പോവാണ്. അതിൽ ക്യാൻഡീസ് ഇട്ടിട്ട് അവിടെ ഒട്ടിച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പേപ്പർ ബാഗ് ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. പേപ്പർ ബാഗ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും ഹൈറ്റ് വേണ്ട, നമ്മളതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊതിയാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ എക്സ്പ്ലോഷൻ ബോക്സിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്യാൻഡീസ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ അതന്നെ ആവണമെന്നില്ല. നമ്മളിപ്പോൾ ലേഡീസിനാണ് ഗേൾസിനൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇയറിങ്സ്, റിങ്സ്, മാല അതൊക്കെ ഇടാം കേട്ടോ. അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ഇതേപോലെ ചോക്ലേറ്റ്സ് ഒക്കെ ഇടാം. അപ്പോൾ എന്ത് വേണമെങ്കിലും ഗിഫ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബേസ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെക്കാനുള്ളത് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ 14.5 സെൻറ്റിമീറ്റർ അളവിലുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. സെയിം കളർ തന്നെ, പിങ്ക്. ഇത് നമ്മൾ 2 സെൻറ്റിമീറ്റർ അളവ് വെച്ചിട്ട് 4 സൈഡും വരച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കാം. ഇനി ഓരോ ഭാഗങ്ങളും ഇതേപോലെ കട്ട് ചെയ്യാം. അതിനുശേഷം ജോയിൻ്റ് ചെയ്ത് ഒരു ബോക്സ് പോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എക്സ്പ്ലോഷൻ ബോക്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കളർ കോമ്പിനേഷൻസിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.